വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു 300 ഗ്രാം ചിക്കൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് വേവിച്ചിട്ട് ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു വലിയ സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി വേണം. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയോട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. എരിവ് അനുസരിച്ചിട്ട് എത്രയാന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇനി ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോ കൂടി ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂട് പോയിട്ട് കട്ട്ലറ്റ് ആക്കി എടുക്കാം. രണ്ട് മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ഇനി കട്ട്ലറ്റ് റെഡിയാക്കാം. കട്ട്ലറ്റിന്റെ കൂട്ട് ഒന്നുകൂടി കൈകൊണ്ടൊന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങൊക്കെ ഉടയാതെ കിടക്കുന്നുണ്ടെങ്കിൽ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ശരിയായിട്ട് കിട്ടില്ല. ഒരു ബോൾ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കൈകൊണ്ട്. കട്ട്ലറ്റിന്റെ ഷേപ്പാക്കി എടുക്കാം. ഇനി ഇത് മുട്ടയിലേക്ക് ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് മറ്റേ കൈ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ബ്രെഡ് ക്രംസും കോട്ട് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും നല്ലതുപോലെ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കണം. ഇതായിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്ന ഈ കട്ട്ലറ്റിന്റെ കൂട്ട് കൊണ്ട് കട്ട്ലറ്റ് റെഡിയാക്കി എടുക്കാം. കട്ട്ലറ്റ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ കട്ട്ലറ്റ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ഈ ബ്രെഡ് ക്രംസ് ഒക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഒരു സൈഡ് ബ്രൗൺ കളർ ആകുമ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് എണ്ണയിൽ നിന്നെടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന കട്ട്ലറ്റ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. കട്ട്ലറ്റ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്.
കട്ട്ലറ്റ് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയാണ്. അറിയാത്തവർക്കായിട്ടാണ് കാണിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്